നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, ഉള്ളതൊക്കെ വിറ്റു തോലച്ച് ഞാൻ കേസ് നടത്തിയാലും നിനക്കൊരു നയാ പൈസ പോലും തരികയില്ല എന്നുള്ളത് എന്റെ ഒരു തീരുമാനമാ. കേട്ടോടി? ജീവനെ സംബന്ധിച്ച് നീ ഇപ്പൊ ഹരിയുടെ ഭാര്യയാണ്. 6 വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടെന്ന അവൻ വിശ്വസിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും അവൻ അറിഞ്ഞാൽ നീ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്റെ ജീവൻ കളഞ്ഞിരിക്കും. ഹരി, നീ ഇങ്ങ് വന്നേ മോനെ. നീ ഇരിക്കേ. നീ ഒന്ന് കാര്യമായിട്ട് എടുക്കണ്ട. പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും കടുത്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ ജന്മത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലേ അമ്മാവ? ഞാൻ കുറെ നേരമായിട്ട് ചിന്തിക്കുകയായിരുന്നു, ആരുടെയാ കുഴപ്പമൊന്നും, വീണയുടെയാണോ നിത്യയുടെയാണോ ജീവന്റെയാണോ എന്ന്. എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. പക്ഷെ ഒന്ന് വ്യക്തമാ, എന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരന്തങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോ എന്റെ ജാതകദോഷം എല്ലാവർക്കും ഫലിക്കുന്നതായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും ഇല്ലടാ. ഹരി, അവിടെ സുജാതയുടെ നിത്യയുടെയും കരച്ചില് കാണുമ്പോ നമ്മൾ എന്താ പറയുക? അനുഭവിച്ചു കൂട്ടിയതിന് വല്ല കണക്കുണ്ടോ? എടാ മോനെ, എന്തിന്റെ പേരിലായാലും നീ സുജാതയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. നിത്യയെ നീ സംരക്ഷിക്കണം. അവള് ജീവനോടെ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ ആകെ തിക്കും തിരക്കുമല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് പോവാൻ തീരുമാനിച്ചു. നല്ല കാര്യം. ഞാനിവിടുന്ന് പോണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. കല്യാണം നടന്നു, മണവാളിനും മണവാട്ടിക്കും ജീവിതം ആസ്വദിക്കുകയും ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞാനെന്തിനാ? വൈകിട്ടാണെങ്കിലും ബോധോദിച്ചല്ലോ നിനക്ക്. ജീവിതത്തില് ഒരു നല്ല കാര്യം പറഞ്ഞല്ലോ നീ. അതെ, എന്റെ ആഗ്രഹം ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇങ്ങോട്ട് വരരുതെന്ന. അതിനുള്ള മാർഗം അച്ഛൻ തന്നെയാ കാണേണ്ടത്. ഞാനോ? 1-2 ദിവസം ഞാൻ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ കാണും. അതിനുള്ളില്
സ്വത്തിന്റെ കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ മനസ്സിലായില്ലേ? എന്റെ അവകാശം എനിക്ക് കിട്ടിയിരിക്കണോന്ന്. എടി പെണ്ണെ, ഒരു തരി മണ്ണ് പോലും നിനക്ക് തരുതെന്ന എന്റെ ഒരു തീരുമാനം. എന്നാലും പോട്ടെ, മകളെന്നൊരു മേൽവിലാസം ഉണ്ടല്ലോ. അതുകൊണ്ട് സ്വത്തിലൊരു ചെറിയ ഭാഗം ഞാൻ അങ്ങോട്ട് തരും. അത് പറ്റില്ല. സ്വത്തിലൊരു ചെറിയ ഭാഗം എനിക്ക് തന്നിട്ട് ബാക്കി മുഴുവൻ ഈ മനുഷ്യന് കൊടുക്കാനാണെങ്കിൽ എനിക്കത് ചോദ്യം ചെയ്യേണ്ടി വരും. ഇത്രയും കാലം ഇയാളെ നോക്കി വളർത്തിയതല്ലേ, ഇനി പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കൊടുക്കാൻ അച്ഛന് മനസ്സുണ്ടായാലും കൈനീട്ടി വാങ്ങിക്കാതിരിക്കാൻ ഈ മനുഷ്യന് തോന്നണം. അതിന് നാണമില്ലായ്മ എന്നൊന്ന് വേണം. മതിയടി, അവനെ ആക്ഷേപിച്ച് നീ സംസാരിക്കണ്ട. മനസ്സിൽ തട്ടി മകന്റെ സ്ഥാനത്ത് എനിക്ക് ഒന്നേ ഉള്ളൂ. അവനെ നീ ചോദ്യം ചെയ്യണ്ട, പിന്നെ എന്റെ തീരുമാനത്തെയും ചോദ്യം ചെയ്യണ്ട. അമ്മാവ, എന്താന്ന് വെച്ചാ കൊടുത്തേക്കാം. അതോടെ തീരുമല്ലോ അവളുടെ താല്പര്യങ്ങൾ. വേണ്ടടാ, സത്യം പറഞ്ഞ ഇവള് നമ്മളോട് ചെയ്തതിന് നേരിട്ട് കാണുമ്പോ ഇവിടെ കൊല്ലുക വേണ്ടിയിരുന്നേ. അത് നമ്മൾ ചെയ്തില്ലല്ലോ. ഏടി പെണ്ണെ, സ്വത്തിന്റെ കാര്യത്തിൽ നിനക്ക് തർക്കമുണ്ടെങ്കിൽ നിനക്ക് കോടതി പോകാം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, ഉള്ളതൊക്കെ വിറ്റു തോലച്ച് ഞാൻ കേസ് നടത്തിയാലും നിനക്കൊരു നയാ പൈസ പോലും തരികയില്ല എന്നുള്ളത് എന്റെ ഒരു തീരുമാനമാ. കേട്ടോടി, മാറടി മുന്നിന്ന്. വാ നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.